ഡയറക്റ്റ് വീഡിയോ കോള്. ഓ ഡയറക്റ്റ് വീഡിയോ കോള് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അല്ല വേറെ ഡയറക്റ്റ് ആണ്. മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞ് ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല, ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല, ആരും ചേട്ടന. നമസ്കാരം. രനാസുന വീണ്ടും ആദ്യം തന്നെ ഇതിന് രണ്ട് പാട്ടുണ്ട്. ഒന്നാമത്തെ പാട്ട് രനാസുന ബിഗ് ബോസിലേക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അഹങ്കാരത്തിന് ചുട്ട മറുപടി കിട്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതുമല്ല, ഈ പറയുന്ന ഷാലു പേർ നമ്മൾ കുറച്ച് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ സുധിച്ചേട്ടനും സ്വന്തം ഭാര്യയും തമ്മിൽ ഈ ക്യാഷ് വാങ്ങാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, അവരുടെ പാറ്റേൺ, അതിനെക്കുറിച്ച് അതിന്റെ അനുഭവം, ഞെട്ടിക്കുന്ന ഒരു അനുഭവം ഷാലു പേയാട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഈ പറയുന്ന ആരാണ് നമ്മുടെ സുധി വിളിക്കും, രണ്ടാമത് ഡയറക്റ്റ് വീഡിയോ കോളാണ്, മറ്റാരുമല്ല രനാസുനയുടെ ഡയറക്റ്റ് വീഡിയോ കോളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവം. അത് രണ്ടും നമുക്ക് സംസാരിക്കാം. ആദ്യം നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന 3-ാം തീയതിയാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് നടക്കുന്നത് അല്ലേ. അപ്പോ ഇന്നലെ മുതലൊക്കെ ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടി തുടങ്ങി. ഇന്നലെ മുതൽ ആൾക്കാർ കയറി തുടങ്ങി. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 29-ാം തീയതിക്ക് അപ്പുറം പോകത്തില്ല, 29-ാം തീയതിക്കുള്ളിൽ ഈ ഫസ്റ്റ് ഡേ കയറുന്നവരെല്ലാം അവിടെ എത്തും എന്നുള്ളതാണ്. ഓരോരുത്തർക്ക് ഓരോ ദിവസമാണ് എന്നുള്ളതുമാണ്. മനസ്സിലായി. ഒറ്റല്ല കയറ്റി വിടുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് പല സമയത്ത്. ചിലപ്പോൾ ഒരു ദിവസം 10-15 എണ്ണം കയറി പോകുമായിരിക്കും. അത് പല സമയത്തായിരിക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ നമ്മുടെ രനാസുന, നമ്മുടെ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഈ കുറച്ചു കാലം മുമ്പ് ഈ പറയുന്ന ഒരു കൺഫർമേഷൻ കിട്ടിയതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പൊ നടക്കുന്ന കുറച്ച് കേസും കോലാഹലങ്ങളും ഒക്കെ ഉണ്ട്. അതുമല്ല, ഇനി വെളിപ്പെടുത്താൻ ഒന്നുമില്ല. അങ്ങനെ ഓരോ ദിവസവും ഇതിന് അമിതമായിട്ടുള്ള ഒരു മെസ്സേജിലേക്ക് പോകുന്നു. അത് നമുക്ക് തന്നെ പണിയാകും. അതാ പക്ഷേ ഈ പറയുന്ന രനാസുനെ നമ്മൾ ഇതിനകത്ത് എടുത്തു വെച്ച് അതല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ കേസ് ബേക്കിൽ വന്ന് ഇനി രനാസുനെ പുറത്ത് വിടേണ്ടതായിട്ട് വരുമോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും രനാസുനയ്ക്ക് ഒരു പ്രൊഫൈൽ ഷൂട്ടോ അങ്ങനെയൊന്നും കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോ മനസ്സിലായില്ല. അപ്പൊ ഇതുവരെയായിട്ട് ബാക്കിയെല്ലാവർക്കും ഇന്ന ദിവസം കയറണമെന്നെങ്കിലും അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമ്മുടെ ചാത്തന്മാർ തന്ന വിവരമാണ്. അത് ഏതാണ്ടൊക്കെ ശരിയാവാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡേ കയറത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് കിട്ടിയ വിവരം തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് വിശ്വാസമുണ്ട്. ഇതുവരെയായിട്ടും കൺഫർമേഷൻ പോയിട്ടില്ല. അവരിപ്പം കോളുകളൊന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ എന്തോ പറയാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എന്റെ ഒരു അഭിപ്രായം ചോദിക്കുക, ഇനി പറയുന്നത് വൈൽഡ് കാർഡിലേക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈൽഡ് കാർഡിലായിട്ട് കയറ്റി വിടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല രനാസുന എന്നുള്ളതാണ്. കയറണമെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ കയറണം. വൈൽഡ് കാർഡിലായിട്ട് ഇപ്പം ഫസ്റ്റ് ഡേ കയറിയില്ലെങ്കിൽ വൈൽഡ് കാർഡിൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും തോന്നുന്നു. കാരണം വൈൽഡ് കാർഡ് ചിലപ്പോൾ ഇവര് വെയിറ്റ് ചെയ്യുന്നത് ഈ കേസ് എന്തെങ്കിലും ഈ പറഞ്ഞ ഫിറോസ് വന്നിട്ട് ഏത് തരത്തിലുള്ള കേസാണ് കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പോ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം രനാസുന വരണം. ഞാൻ പറയും രനാസുന വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. മറ്റൊന്നും കൊണ്ടല്ല. അവിടെ വരുമ്പോൾ നമ്മുടെ റിയൽ ക്യാരക്ടർ എന്തെന്നുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നതാണ് തെറ്റെന്ന് തോന്നുന്ന ചിലവരെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അവിടെ വന്നൊരു 10-25 ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ട് ആരാണ് രനാസുന എന്ന് കൃത്യമായിട്ട് അറിയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റിയൽ ക്യാരക്ടർ റിവീൽ ആക്കാൻ ഇതിനപ്പുറം ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതും സത്യം തന്നെയാണ്. നമുക്കറിയാം രനാസുന ഓരോ നിമിഷങ്ങളിലായി സെക്കൻഡ് വെച്ച് പറയുന്ന കള്ളങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോന്നായിട്ട് എടുത്തടിക്കി വെച്ച് പൊളിച്ചടിക്കൊണ്ടിരിക്കുക. എന്നിട്ടും അവിടെ നമുക്കൊരു ഇതുമില്ല. ഇപ്പോഴും ഷൂട്ടിലാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ ഇതാണ് സംഭവം. ഇതുവരെക്കായിട്ടും അതിനൊരു കൺസെപ്റ്റ് നാളെ മറ്റൊന്ന് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭാഗ്യം. ചിലപ്പോൾ നാളെ വിളിച്ചിട്ട് ശരി കേസുകളൊന്നും റെഡിയായി കുഴപ്പമില്ല, നിങ്ങൾ 29-ാം തീയതി കയറിക്കോ, 29-ാം തീയതി വരെ ചാൻസ് ഉണ്ട്, മനസ്സിലായോ, ആവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എന്റെ ഒരു അഭിപ്രായത്തിൽ ടൈറ്റ് ആണ്. ഇനി ഷാലു പേട്ടന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞോട്ടം ആ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ പറയുന്ന സുധി എങ്ങനെയാണ് ക്യാഷ് വാങ്ങിച്ചെടുക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ആഹാരം ഇല്ലാതെ സത്യം പറഞ്ഞാൽ കുഞ്ഞിനേക്ക് വെച്ചുകൊണ്ട് കുഞ്ഞിന് വയ്യ, മിക്കവരിടത്തും പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന് വയ്യ, കുഞ്ഞു ഹോസ്പിറ്റലിലാണ്, ആഹാരം കഴിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ക്യാഷുകൾ വാങ്ങുന്നത്. ക്യാഷ് വാങ്ങുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്നൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന സമയത്ത് ഞാനും പലയിടത്തും നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. പലരും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പറയുന്ന ഒരു നന്ദികേട്, ഞാൻ പറഞ്ഞില്ലേ, നന്ദികേട് പണ്ട് മുതലേ ഇല്ലടേ. ആ പണ്ട് മുതലുള്ള സ്വഭാവമാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ട് ആ നന്ദികേട് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഈ കുറെ ആൾക്കാർ ചുമ്മാ ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ ക്യാഷ് കിട്ടി അതൊരു ശീലമായി.
മനസ്സിലായി. പിന്നെ ഇതാണ് നല്ലത്. ആരെങ്കിലും വിളിച്ചില്ലെങ്കിൽ ഞാനൊന്ന് കരഞ്ഞു പറയുന്ന, അല്ലെങ്കിൽ ഭാര്യ ഒന്ന് കരഞ്ഞു പറയുകയൊക്കെ ചെയ്തപ്പോ ചേട്ടാ പൊന്നെ എന്നൊക്കെ വിളിക്കും, ക്യാഷ് കിട്ടുന്നില്ല. പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ രണ്ട് ഉടക്കം അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ, അവിടെ തീരുന്നു. അപ്പം ഇതൊരു നല്ലൊരു പിന്നെ ഈ പറയുന്നത് വരുമാന മാർഗമായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ്. ഇനി ഷാലു പേരിന്റെ വോയിസ് കേൾക്കാം. താക്കോല് താഴെ ഉണ്ടോ നോക്കണം. ഹലോ ഷാരൂഖോ, അണ്ണാ പറയണ. ഞാൻ കഴിഞ്ഞ ആ വീഡിയോയില് നിങ്ങളാണെന്ന് പറയാതെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞു. ആ ആ ആ ആ ഏ, ആ മറ്റേ സുധി നമ്മളെ സുധീരെ ആ ആ ആ സുധിയുടെ ആ നിങ്ങൾ കുറെ ആ മുന്നേ ആ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതെ ആ ആ ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എവിടെയും പറയാതിരിക്കായിരുന്നു. പക്ഷെ ഇവർ ഈ സുധി പൂജയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, കാരണം സുധി അല്ല ത്രൂ ആണല്ലോ ഇവര് പൈസ മേടിച്ചു. ഓക്കെ, അതെ 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 അണ്ണാ ഇവള് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഞാൻ കൊടുത്തിട്ടും ഉണ്ട്. ശരിയാണോ? ആ അല്ല ഈ അതെ അതെ. കൊടുത്തതിന് അന്ന് തെളിവുണ്ടോ? കൊടുത്തതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാ അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലൊക്കെ തപ്പി നോക്കണം ഇനി. ആ, നമ്പർ പിന്നെ വെച്ചിട്ടോ? കാണാതിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. ഞങ്ങളൊരു പടം ചെയ്തിട്ട് ആ ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ. സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക്. ആ അങ്ങനെ ഞാൻ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 3 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി. ആ ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയി, രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോ എന്നെ ആ വിളിച്ചിരുന്ന മക്കളോടാ ഞാൻ സുധിയാണടാ, ആ എന്തുണ്ടാ വിശേഷം, സുഖം തന്നെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അവനാ സുഖമാണ്. അപ്പൊ ഉം, നീ വീടെത്തിയാ എന്തൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞ ഇല്ലെണ്ണ വീടെത്തി, നമ്മൾ ലൊക്കേഷനിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആ. മക്കളെടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന്, അപ്പൊ നിന്റെ കയ്യിൽ സെറ്റ് പൈസ തന്നെ. വല്ലതും ഉണ്ടെങ്കിൽ. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എടാ മക്കളെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ചേട്ടന് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ താടാ മോനെ, ഒരു അത്യാവശ്യമാടാ വീട്ടില്, ബാക്കി ഞാൻ ചേച്ചിയിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞോളൂ പുള്ളി. വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളി നേരെ ചേച്ചിയിലേക്ക് കൊടുത്ത്. ഇതിനിടയിൽ എനിക്ക് ചേച്ചിയുടെ ഇവരാരും എനിക്ക് അറിഞ്ഞൂടാ. ഈ സുധി മനസ്സിലായി. എന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക്. അതാ ഞാൻ സംശയം അല്ലാതെ ചോദിച്ചത്. അതായത് നിങ്ങളടുത്ത് അത്ര കമ്പനി ഉണ്ടെങ്കിലല്ലേ പൈസ വയ്ക്കാൻ പറ്റൂ. എന്നാ എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട്. ഓ ഞാൻ പുള്ളിയുടെ നമ്പർ സേവും ചെയ്തിട്ടില്ല. ഓ ഞാൻ പുള്ളിയുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല. മനസ്സിലായി. അന്ന് സിനിമാ അങ്ങനെയാണ്. സെറ്റില് സിനിമാ ആ സെറ്റില് കണ്ടു, അന്ന് പരിചയപ്പെട്ടു, അത്ര തന്നെ. അത്രേ ഉള്ളൂ. സാധാരണ അണ്ണാ ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ ഫോട്ടോ. വേണ്ടിട്ടെ. ആ പിന്നെ കഴിയണത് ഞാൻ ആരെയും നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, പുള്ളി എന്നടുത്ത് അപ്പൊ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്തു. വൈഫ് പറഞ്ഞ്, അപ്പൊ സത്യം എന്റെ പറഞ്ഞാണ്, അന്ന് പിള്ളേർക്ക് ആഹാരം അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത്. ഉം. അപ്പൊ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും, നമ്മളിങ്ങനെ നമ്മളെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് അപ്പൊ പലർക്ക് അപ്പൊ നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും. ഈ ഡെയിലി മനസ്സിലായി പൈസകൾ വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം. മനസ്സിലായി. അതായത് എന്തായാലും എന്റെ അടുത്ത് ഡിഗ്രിയാണ് നിങ്ങളെ പേജ്. അതെ അതെ. സുധി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുധി ജസ്റ്റ് 1000 രൂപ മക്കളെ ഉണ്ടെങ്കിൽ 1000 രൂപ ഞാൻ ചേച്ചിയുടെ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ. മനസ്സിലായി. അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല. ഇയാളെ വൈഫ്, അയാളുടെ ഫാമിലി, ഇതൊന്നും എനിക്കറിയില്ല. ഫാമിലി എനിക്ക് അറിഞ്ഞൂടാ. ആ അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കാൻ. അപ്പൊ അരി വാങ്ങിക്കാൻ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നല്ല പൈസ ഒക്കെ കിട്ടാൻ പറ്റിയ വയാടിയാണ്. സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ അതിന്റെ കൊടുത്തന്ന. ഓക്കെ, സംഭവം ഈ വോയിസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സൈഡില് സീക്രട്ട് ഏജന്റ് ആണ്, രണ്ടാമത്തെ സൈഡില് ഷാലു പേയുടെ. അപ്പോ ഷാലു പേയുടെ ഉണ്ടായ ഒരു അനുഭവം നമ്മൾ നേരത്തെ കേട്ട വോയിസുമായിട്ട് വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വോയിസ് തന്നെയാണ്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിലും സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തുടക്കം ഒരു ദിവസം കാണുന്നു, വലിയ പരിചയമൊന്നുമില്ല, വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഉടനെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിലായോ ഞാൻ സുധിയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ വൈഫിന്റെ കൊടുക്കുന്നു. വൈഫാണ് പിന്നെ സംസാരിച്ചതിന് ശേഷം കുട്ടികൾക്ക് ആഹാരം വാങ്ങാൻ അല്ലെങ്കിൽ എന്താ കഞ്ഞി വെക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ 1000 രൂപ കടം വാങ്ങുന്നു. ശരി, ഓക്കെ. നമ്മളായാലും ഈ പറഞ്ഞതുപോലെ എന്താണ് ചോദിച്ച് എന്തെങ്കിലും ഒന്ന് അത്യാവശ്യമായിരിക്കും, ഒരാൾ വർക്ക് ചെയ്യുന്നതല്ലേ, പൈസ കിട്ടുമ്പോൾ തിരിച്ചു തരുമെന്നുള്ള രീതിയിൽ പുള്ളി തിരിച്ചു കൊടുക്കുന്നു. വീണ്ടും ബാക്കി ഭാഗം കൂടി കേൾക്കാം. അതെ അതെ. സുധി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുധി ജസ്റ്റ് 1000 രൂപ മക്കളെ ഉണ്ടെങ്കിൽ 1000 രൂപ ഞാൻ ചേച്ചിയുടെ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ. മനസ്സിലായി. അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല. ഇയാളെ വൈഫ്, അയാളുടെ ഫാമിലി, ഇതൊന്നും എനിക്കറിയില്ല. ഫാമിലി എനിക്ക് അറിഞ്ഞൂടാ. ആ അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കാൻ. അപ്പൊ അരി വാങ്ങിക്കാൻ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നല്ല പൈസ ഒക്കെ കിട്ടാൻ പറ്റിയ വയാടിയാണ്. സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ അതിന്റെ കൊടുത്തന്നാ. നമുക്ക് അറിഞ്ഞൂടല്ലോണ ആ ആ. ആള് വിളിച്ചിട്ട്. പിന്നെ അതുമല്ല നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ തിരിച്ച് തരാന്ന് പറഞ്ഞേട്ടാ. ഉം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നാ ആ. വീട്ടിൽ അപ്പോഴേക്കും നമ്മള് വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് ഓ വീഡിയോ കോള് വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പൊ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അല്ല വേറെ ഡയറക്റ്റ് ആണ്.
മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞ ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല, ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല, ആരും ചേട്ടന് അത് വർക്കിന് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുക, ചേട്ടൻ ഒരു പാവമായോണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കില്ല, എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ. ഈ ചാനലിന്റെ ഷോക്കൊക്കെ പോയാലും ഇവര് പൈസ കൊടുക്കില്ല, പൈസ കൊടുക്കണത് തന്നെ ഈ എന്താ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെയാണ് പൈസ കിട്ടുന്നത്, മക്കളെ കിട്ടുമ്പോ ഞാൻ തരാടാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോളാണേ. അന്നാണ് ഞാൻ ഈ രേണുവിനെയൊക്കെ കാണുന്നത് ആദ്യം. അപ്പൊ അന്ന് കാണാൻ ഒരു ഭൗതിയൊന്നുമില്ല, മീൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഒരു ഇരുട്ടത്ത് ഒരു ഫുള്ള് അങ്ങനെ ഒരു ഡാർക്ക് മൂഡിലാണ് രാത്രി വിളിച്ചിട്ട് അപ്പോഴുണ്ട് പറഞ്ഞ എനിക്ക് വീട് കാണിച്ചു തന്നു. വീട് മറ്റേ അതിനകത്ത് കാണിച്ച് അരിയും സാധനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പൈസ കൊടുത്തെന്നാ, അന്ന് ഞാൻ കൊടുത്തു. പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി. എങ്ങനെ നിങ്ങൾ എത്ര പൈസ കൊടുത്തപ്പോ? എന്നെ ഒരു 7 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നാ. അപ്പോഴേ പൈസ കൊടുത്ത നിങ്ങള്? അണ്ണാ ഞാൻ ആദ്യം ഒരു 3-4 പ്രാവശ്യം കൊടുത്ത്. അപ്പോൾ നമ്മളെ മനസ്സിൽ അല്ല, അല്ലെങ്കിലും ഈ 1000, 500 അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ. അങ്ങനെയല്ല, ആ സമയത്തൊക്കെ നമ്മൾ നല്ല വർക്ക് എടുത്തോണ്ടിരിക്കുന്ന സമയമല്ലേ, ഇഷ്ടം പോലെ വർക്കുള്ള സമയമല്ല. അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇങ്ങേരെ ഫോണിൽ തന്നെയാണ്, ഇങ്ങേരെ ഫോണിൽ തന്നെ കേട്ടാ, അവരെ ഫോണിൽ തന്നെ വിളിച്ചിട്ടേ ഇല്ല, ഇങ്ങേരെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാനെന്നുള്ള രീതിയിൽ, അതായത് എന്ത് സാധനം, എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ മനസ്സിലായി, അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ ഞാൻ 1-2 പേരെടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു. ഇവരെ കൂട്ടുകാരന്മാർ തന്നെ നമ്മൾ കമ്പനിയൊക്കെ ഉള്ള പലരും ഉണ്ടല്ലോ, അണ്ണാ ഇവരെ കൂടെയുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും. പിന്നെ എല്ലാരും ഈ പറഞ്ഞ പോലെ അനാവശ്യ വിഷയങ്ങളിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തതായിരിക്കാം. പിന്നീടാണ് ഞാൻ അറിഞ്ഞ എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ വെച്ചിരിക്കണ. ഞാൻ കൊടുത്തതിന് ശേഷം എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ 500 രൂപ വാങ്ങിച്ചിരിക്കണേ. ഇവര് പണ്ടേ ഉടായിപ്പാ, അതായത് ഇവര് പണ്ടേ ഈ പൈസയൊക്കെ ആണ് ആ ഒരു 2 ആഴ്ച സ്ഥിരം വിളിയായിരുന്നാ. ഓക്കെ, 4-5 പ്രാവശ്യം പൈസ കൊടുത്തു എന്നാ പറയുന്നത്. പെട്ടെന്നല്ല, ഒരിക്കൽ 1000 രൂപ വാങ്ങിച്ചു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് വീഡിയോ കോളാണ് വിളിക്കുന്നത്. ഈ പറയുന്ന സുധിയാണ് വിളിക്കുന്നത്. സുധി വിളിച്ചിട്ട് നേരെ സ്വന്തം ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. ഞാൻ എന്റെ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാം, എന്തോ പറയണം, ഇതാണ് അവന്റെ പാറ്റേൺ. അവരെ കൊടുക്കും, അവരവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരെന്തെങ്കിലും ക്യാഷ് വന്ന ആ രീതിയിൽ പറയുന്നു. ഈ പെണ്ണുങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വരും. ആഹാരമില്ല, കൊച്ചിന് അസുഖമാണെന്നൊക്കെ പറയുമ്പോൾ വീടൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു പോകും. അങ്ങനെ കൊടുക്കുന്നു. പിന്നെ അതൊരു സ്ഥിരം വിളിയായപ്പോൾ ഇയാൾക്ക് ഡൗട്ടായി, പിന്നെ ഇയാൾ കൊടുക്കാതിരുന്നു. പിന്നെയാണ് അറിയുന്നത് എന്താണ് ഈ പറഞ്ഞതുപോലെ തന്റെ അസിസ്റ്റന്റിൽ നിന്ന് വരെ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരെയും. അപ്പം ഇത് പറഞ്ഞു വരുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന ക്യാഷ് വാങ്ങിച്ചതോ ദാരിദ്ര്യം വരുമ്പോൾ ആരെങ്കിലും കേസ് അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ചതൊന്നും തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ ഒരു എന്താ പറയുക, ഒരു വരുമാന മാർഗം പോലെ, ഒരു തൊഴിൽ പോലെ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തതിനു ശേഷവും അവർ ക്യാഷ് തിരിച്ചു ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, നീ ആരുടെ എന്നുള്ള രീതിയിൽ, മനസ്സിലായി, പൈസ വാങ്ങുന്നവരേ ഉള്ളൂ ഈ പറയുന്ന കാല് നക്കലും കൈ നീട്ടലും ഈ ദാരിദ്ര്യം പ്രശ്നവും ഒക്കെ. അതിനുശേഷം നമുക്കറിയാലോ, കടം വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കും. കുറെ അവർ നമ്മുടെ അടുത്ത് ഉടക്കി കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, നീ വേണമെങ്കിൽ അടിച്ചു വാങ്ങിച്ചോടാ എന്ന് പറയുന്ന ഒരു സംഭവം, നീ വേണമെങ്കിൽ അടിച്ചു വാങ്ങിച്ചോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒന്നും ചെയ്യില്ല. അപ്പൊ ആ രീതിയിൽ അവരെ പിന്നെ ദോഷം പറഞ്ഞും അവരെ കുറ്റം പറഞ്ഞും ജീവിക്കുക. അപ്പം ഇതൊക്കെയാണ് രേണുസുന. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.